എനിക്ക് കുറേ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതിൻ്റെ എല്ലാം കൂടെ ഒന്ന് മറുപടി പറയാൻ ഈ ചുരുങ്ങിയ വേദിയിൽ പറ്റുമോയെന്നറിയില്ല. എങ്കിലും ഞാൻ 2 വാക്കിൽ ചുരുക്കി പറയാം. പിന്നൊരിക്കൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ഒന്നുകിൽ എന്നെ നേരിട്ട് ചോദിക്കാം. എൻ്റെ ഫോൺ നമ്പറിലോ വാട്സപ്പിലോ നേരിട്ടോ ചോദിച്ചാൽ കഴിവതും മറുപടി പറയാൻ ശ്രമിക്കാം. ഈ വേദിയിൽ ഇത്രയും നമുക്ക് പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല. എങ്കിലും ഇത് വന്ന സ്ഥിതിക്ക് ഒരു വാക്കിൽ മറുപടി പറയാം. ഒന്ന്, വളരെ നല്ല ആചാര്യന്മാർ പോലും പല സപ്താഹവേദിയിൽ പ്രേതപൂജ, ഐശ്വര്യപൂജകൾ വേണ്ട വഴിപാട് കഴിക്കാൻ മാത്രമായ വേദിയാക്കി മാറ്റിയിരിക്കുന്നു. ഇതിന് പകരം ആത്മീയതയ്ക്ക് മുൻഗണന നൽകണ്ടേ? ചോദ്യം വളരെ 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 പ്രസക്തമായൊരു ചോദ്യമാണ്. അപ്പം അതിന് എനിക്ക് തോന്നിയ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ആചാര്യന്മാർ, ഭാഗവത സപ്താഹം നടത്തുന്ന ആചാര്യന്മാർ പരസ്പരം ഒന്നിച്ചുകൂടി ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണിത്. അതിനൊരു വേദി നമ്മളുണ്ടാവണം. വർഷത്തിലൊരിക്കലോ 6 മാസത്തിലൊരിക്കലോ. നിലവിൽ ഭാഗവതം ഇപ്പോൾ ഇഷ്ടംപോലെ ആചാര്യന്മാരാണ്. നമ്മുടെ ഉണ്ണികൃഷ്ണൻ സൂചിപ്പിച്ച പോലെ നമുക്ക് ധാരാളം ആചാര്യന്മാർ, പുസ്തകം കഷ്ടിച്ച് വായിക്കാൻ അറിയാവുന്നവരൊക്കെ പുസ്തകം കയ്യിലെടുത്തിട്ട് നോക്കി അർത്ഥം പറഞ്ഞിങ്ങനെ, അത് നല്ല കാര്യം തന്നെ, കുഴപ്പമില്ല. പക്ഷേ അതിൻ്റെ അകത്ത് ആ ആചാര്യൻ യജ്ഞവേദി ചെല്ലുമ്പോഴാണ് നിശ്ചയിക്കുന്നത് ഇവിടെ എന്തൊക്കെ വേണമെന്ന്. ഇതൊക്കെ ആയിക്കോട്ടെ, ഇതൊക്കെ ഇങ്ങനെ. ഇതിനൊരു വ്യവസ്ഥയില്ലേ? സപ്താഹ യജ്ഞത്തിനൊരു വ്യവസ്ഥയില്ലേ? അപ്പോഴപ്പോൾ തീരുമാനിക്കുന്ന പോലെ ചെയ്യാൻ പറ്റുന്നതാണോ ഇത്? ആവരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ടാണ് കൂടി ആലോചിച്ചിട്ട് ഇന്ന കാര്യങ്ങൾ മതി യജ്ഞവേദിയിൽ, ബാക്കി നമ്മൾ യജ്ഞവേദിയിൽ പ്രോത്സാഹിപ്പിക്കരുത്, വേണ്ട എന്ന് ഈ ആചാര്യന്മാർ ഒന്നിച്ചുകൂടിയ തീരുമാനത്തിൽ എത്തിയാൽ എല്ലാ സപ്താഹ യജ്ഞവേദികളിലും ഒരേപോലെ ഒരു ആചാര്യ മര്യാദകൾ നമുക്ക് കാത്തുസൂക്ഷിക്കാൻ പറ്റും. ക്ഷേത്ര ആചാരങ്ങൾ അങ്ങനെയാണ് ഇപ്പം നടക്കുന്നത്. തന്ത്രി നിർദ്ദേശിക്കുന്ന പോലെ അതവിടെ നടക്കുന്നത്. ഇതേപോലെ ഇന്ന് അതില്ല. ഈ സപ്താഹ യജ്ഞത്തിന് എല്ലാം കൂടെ കോർത്ത് നടക്കുന്ന ഒരു ഉദ്ഗ്രഥനാത്മകമായ ഒരു ഗ്രന്ഥി മുകളിലില്ല എന്നുള്ളത് വലിയ ദോഷമാണ്. ശർമാജി പോലെ ഇഷ്ടംപോലെ ആൾക്കാർ നമ്മുടെ മുമ്പിലുണ്ട്. അതിൽ ഒരു യജ്ഞവേദിയിൽ എന്തൊക്കെ ആവാം, ഇതൊന്നും നമുക്ക് സാധാരണ ജനങ്ങൾക്ക് എത്തിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടതല്ല. ഇത്രയുമൊക്കെ ആവാം ഇതിനിടെ നിന്നുകൊണ്ട് എന്ന് തീരുമാനിക്കേണ്ട കാര്യമാണ് എന്ന് മാത്രമേ എനിക്ക് അതിനെക്കുറിച്ച് ഒരു വാചകത്തിൽ പറയാനുള്ളൂ ഉത്തരം. ആധ്യാത്മിക വേദിയാണ് തീർച്ചയായിട്ടും. സപ്താഹം കൊണ്ട് നേടേണ്ടത് ആധ്യാത്മികമായ ഉന്നമനമാണ്, ഉണർവാണ്. ഇതൊരു ജ്ഞാനയജ്ഞമാണ്, കർമ്മയജ്ഞമല്ല എന്ന് പല വേദികളിലും ധാരാളം പ്രഭാഷണം ചെയ്യുന്നവർ തന്നെയാണ് ഇതൊക്കെ തന്നെ വീണ്ടും അനുവർത്തിക്കുന്നത്. അപ്പോൾ അത് ഒരു ജ്ഞാനയജ്ഞമാക്കി കൊണ്ടുപോകാൻ ശ്രമിക്കണം എന്ന് മാത്രമാണ്. 2, നമ്മുടെ മക്കളിൽ കൂടി നന്മയുടെ അംശം എത്തിക്കാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് തീർച്ചയായിട്ടും വേണം. അതിന് പ്രധാന പങ്ക് മാതാപിതാക്കൾക്കാണ്. ഇന്ന് മാതാപിതാക്കൾക്ക് അതിന് സമയമില്ലാത്തതുകൊണ്ടോ സാഹചര്യമില്ലാത്തതുകൊണ്ടോ ഒരു പക്ഷെങ്കിൽ അവർ അതിൽ നിന്ന് മാറി നിന്നെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിനോടോ നമ്മുടെ ഏതെങ്കിലും ഇങ്ങനെ കേന്ദ്രത്തിനോടോ നടക്കുന്ന ആധ്യാത്മിക ക്ലാസ്സുകളിൽ കുട്ടികളെ പങ്കെടുപ്പിക്കണം. അവിടെ തെക്കേക്കാട്ട് കോട്ടയത്ത് സ്വാമിയാർ മഠത്തിൽ 100ഓളം കുട്ടികൾ എല്ലാ ഞായറാഴ്ചയും രാവിലെ 8 മുതൽ 9 വരെ അവിടെ കൂടും. ഉറപ്പാണ്. 100 പേര് വരും. എല്ലാ ഞായറാഴ്ചകളിലും വരും. അരമണിക്കൂർ വേദം പഠിപ്പിക്കും. പിന്നെ 15 മിനിറ്റ് പുരാണം പഠിപ്പിക്കും. പിന്നെ 15 മിനിറ്റ് പാരായണങ്ങളോ സ്തോത്രങ്ങളോ സ്തുതികളോ. ഇതിങ്ങനെ എല്ലാ ദിവസവും നടക്കുന്നുണ്ട്. അത് കഴിയുമ്പോൾ അവർക്ക് ഭക്ഷണം കഴിച്ചു പോകാം. ഇപ്പം ഈ രാമായണ മാസത്തിൽ അവരെ കൊണ്ട് രാമായണത്തിൽ ഓരോ വിഷയം കൊടുത്ത് 3 വയസ്സ് മുതൽ +2 വരെയുള്ള കുട്ടികളാണ്. അവർ പറയും, നന്നായിട്ട് പറയുന്ന കുട്ടികളുണ്ട്. കൊച്ചു കുട്ടികൾ ചൊല്ലുകയുള്ളൂ. ഒരു 10 വരി കൊടുക്കും, ചൊല്ലാൻ പറയും. അവർ തെറ്റില്ല, ചൊല്ലി പഠിക്കട്ടെ. അപ്പോൾ കൊച്ചു കുട്ടികൾക്ക് അതേ വേണ്ടൂ. അവർ ചൊല്ലാൻ പഠിച്ചാൽ മാത്രം മതി. കുറേ കഴിയുമ്പോൾ അവരുടെ ഉള്ളിൽ അതൊരു സംസ്കാരമായിട്ട് കിടക്കും. അങ്ങനെ ഈ കുട്ടികളിലേക്കൊരു മാറ്റം വാസ്തവത്തിൽ ഉണ്ടാക്കാൻ പറ്റും. മാതാപിതാക്കളാണ് പ്രധാനമായിട്ടും ശ്രമിക്കേണ്ടത് എന്നുള്ളതാണ്. പിന്നെ ചോദ്യം, ഹൗ ക്യാൻ വി ഫൈൻഡ് ദ പർപ്പസ് ആൻഡ് മീനിങ് ഇൻ ലൈഫ്? ജീവിതത്തിൻ്റെ ലക്ഷ്യവും അർത്ഥവും എന്താണ് എന്ന് തിരിച്ചറിയിക്കലാണ് ഈ ഭാഗവത സപ്താഹ യജ്ഞങ്ങളുടെ ലക്ഷ്യം തന്നെ. ജീവിതം നിരർത്ഥകമാക്കി കളയാനുള്ളതല്ല, അത് ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനുള്ളതാണ്. മുമ്പ് ഉണ്ടും ഉറങ്ങിയും മാത്രം കളയാനുള്ളതല്ല, കഥ കേട്ട് ചിരിച്ചു വിടാനുള്ളതല്ല. അതിൽ നിന്നും ജീവിതത്തെ നന്നാക്കിയെടുക്കാൻ ഒരു ലക്ഷ്യം. ഇപ്പം പരീക്ഷ തന്നെയാണല്ലോ കണ്ടേ. ഇനി 7 ദിവസം ഉള്ളുവെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? 7 ദിവസം കൊണ്ട് ഇത് കേട്ട് സുഖമരണം ഉണ്ടാക്കിയെടുക്കാൻ, മരിക്കാതിരിക്കാനല്ല.
ഇങ്ങനെ 7 ദിവസം കൊണ്ടെങ്കിലും ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുക. നമുക്ക് 7 ദിവസം എത്ര നാളുണ്ടാവാം, ആർക്കും അറിയില്ല. അതുകൊണ്ട് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുക തന്നെയാണ് വേണ്ടത്. പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ ആചാര്യൻ ആൻഡ് അധ്യാപകൻ, ശിഷ്യൻ, വിദ്യാർത്ഥി അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ്. തീർച്ചയായിട്ടും തമ്മിൽ വ്യത്യാസം ധാരാളമുണ്ട്. ആചാര്യൻ മുമ്പ് പറഞ്ഞു കഴിഞ്ഞു, ഇവിടെ ഞങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു എന്ത് ചെയ്യണം, സ്വയം ആചരിച്ച് കാണിക്കണം, എന്നിട്ട് പ്രചരിപ്പിക്കണം എന്ന്. അധ്യാപകൻ പഠിക്കാൻ പ്രേരിപ്പിക്കുന്നവനാണ്. ആപയത്തെ, അതായത് അവിടെ ഇരുന്നു കൊണ്ട് കുട്ടികളെ പഠിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഈ ഒരു പ്രേരണ കുട്ടികളിലേക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. ദുർവാസനകളിൽ നിന്നും സദ്വാസനകളിലേക്ക് കുട്ടികളെ തിരിച്ചുവിടാനുള്ള പ്രേരണ അധ്യാപകൻ്റെ ഒരു കടമയാണ്. അതുപോലെ ശിഷ്യൻ എങ്ങനെ ആയിരിക്കണം എന്ന് അധ്യാപകൻ തന്നെ നമുക്ക് നിശ്ചയിക്കാൻ പറ്റും. കാരണം അധ്യാപകൻ്റെ പാകത്തിന് ശിഷ്യന്മാരെ വാർത്തെടുക്കാനുള്ള കഴിവും അധ്യാപകർക്കുണ്ട്. അങ്ങനെ ആക്കിയെടുത്താൽ അത് ആത്മവിദ്യ അർത്ഥിക്കുന്ന ഒരു വിദ്യാർത്ഥിയാക്കി മാറ്റാൻ കഴിയും. അടുത്ത മരണത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നു, അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ, അത് ഒത്തിരി പറയാനുണ്ടാവും. ഒരു വാക്കുകൊണ്ട് അതിൻ്റെ ഉത്തരം തീരില്ല. നിങ്ങൾക്ക് ഏറ്റവും അധികം സംശയമുള്ളൊരു വിഷയം ഇതുമാണ്, മരണത്തിന് ശേഷം എന്ത്. ഭാഗവതം പല സന്ദർഭത്തിലും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് നോക്കി മനസ്സിലാക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ പിന്നെ എപ്പോഴും അവസരം വരുമ്പോൾ അതിനെക്കുറിച്ച് പറയാം. ക്ഷേത്രത്തിൽ ഭക്തർ തൊഴുവാൻ വരുമ്പോൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ അതും ധാരാളമുണ്ട്. മാനസപൂജ എന്ന പേരിൽ ഞാനൊരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. അതിനകത്ത് ഇതെല്ലാം ഞാൻ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ പുസ്തകം ഒന്ന് വാങ്ങി വായിച്ചാൽ അതിൽ നിന്ന് കിട്ടും വേണ്ടത് എന്താണ്, വേണ്ടാത്ത എന്താണ് എന്ന് അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. തീർത്ഥം സേവിക്കുന്ന രീതി. തീർത്ഥം പണ്ട് എന്താണ്, കയ്യിലൊഴിച്ച് കൈയുടെ ഈ അറ്റം കൊണ്ട്, ഇതിപ്പോൾ അത് മാറിയിട്ട് 2 വിരൽ കൊണ്ട് നാവിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന, വിരലിൽ കൂടി വെള്ളം വീഴ്ത്തുന്ന ബലികർമ്മങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പം തീർത്ഥം കുടിക്കാനും അങ്ങനെ ആക്കിയത് എവിടുന്നോ അടുത്ത കാലത്ത് കണ്ടുപിടിച്ച ഒരു പുതിയ സംവിധാനം. അത്രയേ ഉള്ളൂ, അതിനാവശ്യമുള്ളൂ. കയ്യിലൊഴിച്ച് നേരെ കുടിക്കുക, ഇനി കൈ കഴുകിക്കോളൂ, കുഴപ്പമില്ല. പക്ഷേ 2 വിരലിൻ്റെ അറ്റത്തുള്ള തീർത്ഥം ഒഴിക്കുന്നത് അത് ശരിയല്ല എന്നാണ്. അതൊരിക്കലും ഒരു വിധിയല്ല. എവിടുന്നൊക്കെയോ പഠിച്ചു വെച്ചിരിക്കുന്ന കുറേ ദുരാചാരങ്ങളാണ്. അതൊക്കെ നമ്മൾ മാറ്റിയെടുക്കേണ്ട കാലമായി. എന്നെ തൊഴുതു കഴിഞ്ഞാൽ പലരും ക്രിസ്ത്യൻ ജാതി മുത്തുന്ന രീതിയിലാണ് ചുണ്ടും മുരളുക, വിരൽ മുത്തുക, ഇങ്ങനെയാണ് ന്യൂ തലമുറ ചെയ്യുന്നത്. അതൊക്കെ ഈ ക്ഷേത്രാചാരങ്ങളിൽ അനാവശ്യമായിട്ട് ഇടയ്ക്ക് കടന്നുകൂടിയ ചില ദുരാചാരങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുത്തേ മതിയാകൂ. അതിനൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഇതുപോലെ ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങളെ സംബന്ധിച്ച് ക്ലാസ്സുകൾ എടുക്കുക, അത് മനസ്സിലാക്കുക, അതാണ് ചെയ്യേണ്ടത്. ഭാഗവതം പഠിക്കുന്നതിന് മുന്നോടിയായി കുടുംബങ്ങളിൽ മോറൽ വാല്യൂസ് അല്ലെങ്കിൽ ദൈവഭയം ഇല്ല. നാമം ചൊല്ലിക്കൊടുത്ത് കുട്ടികളെ നല്ല വിധത്തിൽ മുന്നോട്ട് നയിക്കാൻ കഴിവില്ല. ഇന്നത്തെ പേരൻസിനെ ഇവർക്ക് കൗൺസിലിംഗ് പോലെ ക്ഷേത്രത്തിൽ വിളിച്ച് ക്ലാസ് എടുത്ത് സമൂഹത്തിനെ ഉയർത്താൻ എന്താണ് മാർഗം എന്ന് ഉപദേശിച്ചാലും ഇതുതന്നെ മാർഗം. ക്ഷേത്രത്തിൽ വിളിച്ച് ക്ലാസ് എടുക്കുക, അല്ല മറ്റൊരു വഴിയില്ല. ഈ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഈ സംശയങ്ങൾ വരുമ്പോൾ അത് പകർന്നു കൊടുക്കാൻ മാതാപിതാക്കൾ അല്ലെങ്കിൽ അധ്യാപകർ അല്ലെങ്കിൽ ഗുരുക്കന്മാർ ബാധ്യസ്ഥരാണ്. ഇടയ്ക്കിടയ്ക്ക് ക്ലാസ് എടുത്ത് അവരെ ഇത് ബോധ്യപ്പെടുത്തേണ്ട ഒരു ചുമതലയുണ്ട് എന്നുള്ളതാണ്. പിന്നുള്ളത്, ഉത്സവകാലത്ത് വലിയ വിളക്ക് ദിവസം വരുന്ന മുതലയുടെ രൂപത്തിൽ ഹവിസ് സമർപ്പിച്ച മുകളിലേക്ക് പുഷ്പവും തൂവലും നടത്തുന്നത് എന്തിനാണ്? പഞ്ചഭക്ഷണ ശിംശുമാര സങ്കല്പമാണോ ഇത്? അതുമായിട്ട് ബന്ധമുണ്ട്. പക്ഷേ ഈ ഹവിസ് അർപ്പിക്കുന്നത് ദേവന്മാർക്ക് മാത്രമല്ല, ഈ പ്രകൃതിയിലുള്ള സമസ്ത ജീവജാലങ്ങൾക്കും വേണ്ടിയാണ് എന്നുള്ളൊരു സങ്കല്പത്തെ അവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അതും വിസ്തരിച്ച് നമുക്ക് ഉത്സവത്തെക്കുറിച്ച് പഠിക്കുമ്പം അതിൻ്റെ അകത്ത് വരുന്നതാണ്. അപ്പോൾ നമുക്കറിയാൻ പറ്റും ഇത്രയും. പിന്നെ ആചാര്യന് അർത്ഥം വർദ്ധിക്കുമ്പോൾ ചെയ്യുന്ന കർമ്മത്തിൽ ധർമ്മച്യുതി സംഭവിക്കുന്നുണ്ടോ? ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നിഷ്കാമകർമ്മം എന്നുള്ള മട്ടിൽ ആണ് ചെയ്യേണ്ടത്. അതിൽ എതിർച്ഛാലാഭ സന്തുഷ്ടൻ എന്ന പേരിൽ കിട്ടുന്ന ദക്ഷിണ കൊണ്ട് സംതൃപ്തനാവണം. ഒരിക്കലും കണക്ക് പറഞ്ഞ് നടത്തേണ്ട ഒരു യജ്ഞമല്ല ജ്ഞാനയജ്ഞം എന്നുള്ള ഈ സപ്താഹം ആചാര്യന്മാർ ശരിക്കും തിരിച്ചറിയണം. ഒരിടത്തു നിന്ന് 1000 രൂപ കിട്ടും, ഒരിടത്തു നിന്ന് 100 രൂപ കിട്ടും, ഒരിടത്തു നിന്ന് 5000 രൂപ കിട്ടും. കിട്ടിക്കോട്ടെ, എന്ത് കിട്ടിയാലും എനിക്കത് വിഷയമല്ല. ഇത് വാസ്തവത്തിൽ ഉപജീവനത്തിന് സമ്പൂർണ്ണമായിട്ട് ഉപയോഗിക്കേണ്ടുന്ന ഒരു വിധിയും അല്ല വാസ്തവത്തിൽ. പിന്നെ ഇത് നമുക്ക് ഈശ്വരൻ തരും, ആ ഒരു പൂർണ്ണ വിശ്വാസം ഉണ്ടാവണം. അതുകൊണ്ട് ഒരു അർത്ഥത്തിന് വേണ്ടി മാത്രമാണ് സപ്താഹം എന്നുള്ള വിധി മാറിയിട്ട് ധർമ്മച്യുതി ഉണ്ടാകാതെ സൂക്ഷിക്കേണ്ട ആചാര്യന്മാരുടെ ഒരു കടമയാണ്. ആചാര്യസംഗമത്തിൽ സദസ്സ് കുടുംബസ്ഥർ ആണെന്ന് മറക്കാതെ കുടുംബം, വിദ്യാഭ്യാസം, ആചാരം, സ്വഭാവം ഇവയെക്കുറിച്ചൊക്കെ എന്തെങ്കിലും തരണം എന്നാണ്. എന്തെങ്കിലും അല്ല, ധാരാളം തരാനുണ്ട്.
അത് ഈ പറയുന്നത് ചെറിയ വേദിയിൽ 5 മിനിറ്റ് കൊണ്ട് തരാൻ പറ്റുന്നതല്ല. ഓരോന്നിനെക്കുറിച്ച് നമുക്ക് വിസ്തരിച്ച് പഠിച്ച് അറിയേണ്ടതുണ്ട്. ഇനിയും വരുന്ന ഓരോ സപ്താഹ യജ്ഞവേദികളിൽ ഈ ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് നമുക്ക് അരമണിക്കൂർ വീതം ഓരോരോ ക്ലാസ്സുകൾ വയ്ക്കുക, അവിടെ ചർച്ച ചെയ്യാം. അപ്പം ഞാനും വരാം, ആകുന്ന പറയാം. അങ്ങനെ പോവുകയാണ് നല്ലത് എന്ന് ഈ ഒരു ചോദ്യത്തിൽ മാത്രം ചെറിയൊരു ക്ലാരിഫിക്കേഷൻ തരികയാണ്. കാരണം നമ്മൾ ഈ പറഞ്ഞ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ വിവിധ സംഗമങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഗൃഹസ്ഥന്മാർ മാത്രമാണ് എന്നുള്ളത് കൊണ്ട് കുടുംബം, വിദ്യാഭ്യാസം, ആചാരം ഇതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും വേണമെന്നത്. ഇവിടെ ഒരു ദിവസം വിദ്യാർത്ഥി സംഗമമായിരുന്നു, ഒരു ദിവസം ഇന്ന് ആചാര്യ സംഗമം, ഒരു ദിവസം കുടുംബ സംഗമം, ഒരു ദിവസം വാനപ്രസ്ഥി സംഗമം, ഒരു ദിവസം ഉദ്യോഗസ്ഥരുടെ അല്ലേ കർമ്മയോഗി സംഗമം. ഇങ്ങനെ മിക്കവാറും എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന രീതിയിലുള്ള സംഗമങ്ങളാണ് അല്ലെങ്കിൽ ചർച്ചാവേദികളാണ് നമ്മളിവിടെ ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഒരു മുഴുവൻ സർവ്വതല സ്പർശി എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും ഒരു സർവ്വതല സ്പർശി തന്നെയാണ്. ആ രീതിയിലാണ് നമ്മൾ ഇത് ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ചിലപ്പോൾ ഈ ചോദ്യം ചോദിച്ച ആൾ ചിലപ്പോൾ ഇന്ന് മാത്രം വന്നവരായിരിക്കും, ഇന്ന് മാത്രം വന്നിട്ട് ഈ ഒരു ചോദ്യം ചോദിച്ചതായിരിക്കാനാണ് സാധ്യത. കാരണം നമ്മുടെ ആ നോട്ടീസ് ഒന്നെടുത്ത് തുറന്ന് നോക്കിയാൽ മതി, അപ്പം തന്നെ മനസ്സിലാവും ആ 8 ദിവസത്തെ ചർച്ചാ സഭകൾ. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കാര്യപരിപാടിയെക്കുറിച്ച് നമ്മുടെ എല്ലാ ബന്ധുക്കളെയും നമുക്ക് അറിയിച്ചിട്ട് അവർക്കെല്ലാവർക്കും നമ്മുടെ ഈ ലിങ്ക് ഷെയർ ചെയ്തിട്ട് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഇത് പരമാവധി ഇനിയുള്ള ദിവസങ്ങളെങ്കിലും എല്ലാവരോടും കാണാനും പറയുക.